നമ്മളിന്ന് ജീവിക്കുന്നത് ഡേറ്റയുടെ ലോകത്താണ്, ഡിജിറ്റൽ ലോകത്താണ്. നമ്മുടെ ഹൃദയമിടിപ്പും ഉറക്കവും എന്തിന് നമ്മൾ എത്ര ചുവട് നടന്നു എന്ന് പോലും സ്മാർട്ട് വാച്ചുകൾ പറഞ്ഞു തരും. എന്നാൽ സൊമാറ്റോ സിഇഒ ദീപേന്ദർ ഗോയൽ ഇതിനെയെല്ലാം കടത്തിവെട്ടി ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്. ടെമ്പിൾ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഉപകരണം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഇത് വെറും ഒരു ഫാഷൻ അല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനെ ഹാക്ക് ചെയ്യാനുള്ള ഒരു വഴിയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ പേരിൽ ഡോക്ടർമാരും ഗോയലും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഈ വിഷയം ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ വിചിത്രമായ ഉപകരണം എന്താണ് എന്ന് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ നെറ്റിയിൽ ധരിക്കാവുന്ന ഒരു ബാൻഡാണിത്. ഇതിനെ ഒരു എക്സ്പെരിമെന്റൽ ഡിവൈസ് ടു കാൽക്കുലേറ്റ് ബ്രെയിൻ ബ്ലഡ് ഫ്ലോ ആക്യുറേറ്റ്ലി, അതായത് ഗോയൽ തന്നെ ആണ് ഇത് വിശേഷിപ്പിക്കുന്നത്, നമ്മുടെ തലച്ചോറിലെ രക്തയോട്ടം എത്രത്തോളം ഉണ്ട് എന്ന് തത്സമയം അളക്കാൻ ഇതിന് സാധിക്കുമത്രേ. സാധാരണയായി മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്ന FNIRS, അതായത് ഫങ്ഷണൽ നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന സാങ്കേതിക വിദ്യയുടെ ഒരു മിനിയേച്ചർ പതിപ്പാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. ഇൻഫ്രാറെഡ് റേസ്, ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഓക്സിജന്റെ അളവും രക്തയോട്ടവും നിരീക്ഷിക്കുകയാണ് ഇതിന്റെ ജോലി. ഇതിലൂടെ ഒരാൾക്ക് എപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത്, എപ്പോഴാണ് മാനസിക സമ്മർദ്ദം കൂടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. ഇത് കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ ഗാഡ്ജറ്റ് പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഈ ടെക് മാജിക് കണ്ടിട്ട് മെഡിക്കൽ ലോകം അത്ര സന്തോഷത്തിലല്ല. എയിംസിലെ ഡോക്ടർമാരും പ്രമുഖ ന്യൂറോളജിസ്റ്റുകളും ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി ഈ ഡോക്ടേഴ്സ് പറയുന്ന വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ്. ഒന്നാമതായി, ഈ ഉപകരണം മനുഷ്യരിൽ പരീക്ഷിച്ച് വിജയിച്ചതാണെന്നതിന് യാതൊരു തെളിവുമല്ല. രണ്ടാമത്തെ കാര്യം, തലയോട്ടിക്ക് പുറത്ത് ഇങ്ങനെ ഒരു ബാൻഡ് വെച്ചാൽ ഉള്ളിലെ രക്തയോട്ടം കൃത്യമായി അളക്കാൻ കഴിയില്ലെന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ MRI CT സ്കാനിനൊക്കെ വേണ്ടിയുള്ള വലിയ മെഷീൻസ് ചെയ്യുന്ന ജോലി ഈ ചെറിയ ഡിവൈസ് ചെയ്യുമെന്ന് പറയുന്നത് അസംബന്ധമാണ് എന്ന് ന്യൂറോളജിസ്റ്റുകളുടെ പക്ഷം. അതുപോലെ ഇത്തരം കിരണങ്ങൾ ദീർഘനേരം അല്ലെങ്കിൽ ദീർഘകാലം തലച്ചോറിൽ ഏൽപ്പിക്കുന്നത് സുരക്ഷിതമാണോ എന്നതിനും ഉത്തരമില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ഫാൻസി ടോയ് ഫോർ ബില്ലേവേഴ്സ്, അഥവാ കോടീശ്വരന്മാർക്ക് കൗതുകത്തിന് വാങ്ങാൻ പറ്റുന്ന ഒരു വില കൂടിയ കളിപ്പാട്ടം മാത്രമാണെന്ന് എയിംസ് ഡോക്ടർമാർ പരിഹസിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പുതിയ തലമുറ, അതായത് ഇന്നത്തെ യുവാക്കൾക്കിടയിൽ ബയോ ഹാക്കിംഗ് എന്നൊരു ട്രെൻഡ് പടരുകയാണ്. അതായത് എങ്ങനെയെങ്കിലും തങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കമ്പ്യൂട്ടർ പോലെ പ്രോഗ്രാം ചെയ്യാമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഉറക്കത്തിന് ഗുളിക കഴിക്കുന്നതും ബുദ്ധി കൂടാൻ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. ദീപേന്ദർ ഗോയലിനെ പോലെയുള്ള ഒരു ഇൻഫ്ലുവൻസർ ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ യുവാക്കൾ ഇത് കണ്ണുമടച്ച് അനുകരിക്കാൻ സാധ്യതയുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് മാനസികാരോഗ്യത്തെ പോലും ബാധിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെറും ഒരു ഗാഡ്ജറ്റ് നമ്മുടെ ബുദ്ധി കൂട്ടുമെന്ന് വിശ്വസിക്കുന്നത് അപകടകരമായ ഒരു പ്രവണത തന്നെയാണ്. ഇതാദ്യമായിട്ടല്ല ഈ ദീപേന്ദർ ഗോയൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. സൊമാറ്റോയിൽ ജോലി ചെയ്യുന്നവർക്ക് ഭാരം കുറയ്ക്കാൻ ടാർഗറ്റ് നൽകിയതും ഹെൽത്ത് വെൽനസ് പരിപാടികൾ കൊണ്ടുവന്നതും വലിയ ചർച്ചയായിരുന്നു. സ്വന്തം ആരോഗ്യം മെച്ചപ്പെടുത്താൻ അദ്ദേഹം നടത്തുന്ന പരീക്ഷണങ്ങൾ പ്രശംസനീയമാണെങ്കിലും അത് എല്ലാവരിലും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നതാണ് സത്യം. ഇനി ഇത്രയൊക്കെ വിവാദങ്ങൾ നടക്കുമ്പോഴും പലർക്കും അറിയേണ്ടത് ഇതിന്റെ വിലയെക്കുറിച്ചാണ്. ദീപേന്ദർ ഗോയൽ ഉപയോഗിക്കുന്ന ഈ ടെമ്പിൾ ഡിവൈസ് ഒരു എക്സ്പെരിമെന്റൽ ഘട്ടത്തിലാണ് ഉള്ളത്. ഇതിന്റെ കൃത്യമായ വില പുറത്തുവിട്ടിട്ടുമില്ല. എങ്കിലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ബ്രെയിൻ സെൻസിംഗ് വെയറബിൾസിന് ഏകദേശം $500 മുതൽ $2000 വരെയാണ് വില വരുന്നത്. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 40,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ഉണ്ടാവും. ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ്, നല്ല ഭക്ഷണം, കൃത്യമായ ഉറക്കമൊക്കെയാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് വേണ്ടത് എന്ന് വിദഗ്ധരും ഡോക്ടർമാരും ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇത്തരം ഹൈടെക് ഹെഡ് ബാൻഡ്സ് വാങ്ങി തലയിൽ വെച്ചതുകൊണ്ട് മാത്രം ആരും പെട്ടെന്ന് ഐൻസ്റ്റീൻ ആകില്ല എന്നതാണ് വാസ്തവം. ചുരുക്കത്തിൽ ദീപേന്ദർ ഗോയലിന്റെ ടെമ്പിൾ ഡിവൈസ് ഇപ്പോൾ ഒരു വൻ വിവാദമായി മാറിയിരിക്കുകയാണ്. ടെക്നോളജി വളരുന്നത് നല്ലതാണ്, പക്ഷെ അത് സയൻസിനെ മറികടക്കുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കണം. ദീപേന്ദർ ഗോയലിന്റെ ഈ പരീക്ഷണം വിജയിക്കുമോ അതോ വെറും ഒരു എക്സ്പെൻസീവ് ഫെയിൽ ആകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ടെക്നോളജിയും മെഡിക്കൽ സയൻസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇത് എന്നും കൂടി പറയണം. ഒരുപക്ഷെ ഭാവിയിൽ ഇത്തരം ഉപകരണങ്ങൾ സാധാരണമായേക്കാം, പക്ഷെ നിലവിൽ ഇതിന് സയൻസിന്റെ പിന്തുണയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.